നമ്മൾ താഴ്ത്തിയാൽ മതി. കർത്താവ് അവിടെ തന്നെ ഇരിക്കുക. അപ്പൊ നമ്മൾ താഴ്ത്തുന്നതിനനുസരിച്ച് കർത്താവ് നമ്മളിൽ നിന്ന് ഉയർന്നിരിക്കാം. അപ്പം പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ആർക്കും ഇനി ഉയർത്താൻ പറ്റത്തില്ല, താഴ്ത്താനും പറ്റത്തില്ല. കർത്താവ് എന്താണ്? അവിടെ സ്ഥിരമായിട്ട് ഒട്ടത്തിരിക്കുന്നു. അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് അമർന്നിരിക്കുന്നു. അപ്പൊ അവനെ നമ്മൾ ഇനി മഹത്വപ്പെടണമെങ്കിൽ, അവനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നമ്മൾ ദർശിക്കണമെങ്കിൽ, നമ്മുടെ ഹൃദയങ്ങളെ അല്പം കൂടെ താഴ്ത്തുമ്പോൾ ആ ഉയരങ്ങളിലിരിക്കുന്ന കർത്താവിനെ നമുക്ക് ഓരോ ദിവസവും ദർശിക്കാം. അവന്റെ ഔന്നത്യം കണ്ട് നമുക്ക് സന്തോഷിക്കാം. ഞാൻ കർത്താവിന്റെ ദാസനാണ്, ദാസി എന്ന അഭിമാനത്തോടെ നമുക്ക് മറ്റുള്ളവരോട് പറയാം. ഇല്ലേ? നമ്മളിപ്പം ഞാൻ വേണ്ട, നമ്മുടെ പിണറായി വിജയൻ നമ്മുടെ അമ്മാവനാണെങ്കിൽ ഇവിടെ ഇങ്ങനൊന്നും ഇരിക്കത്തില്ല. നമ്മളിരിക്കുമോ? ചെറുപ്പഴൊക്കെ ഇറങ്ങി ഒന്നൊക്കെ വിലസത്തില്ലേ? അതാ ഇവൻ അമ്മാവനാണ്. അങ്ങനെ നമുക്ക്, ഞാൻ ആ ആക്ച്വല്ല പറയുന്നത്, ഈ കർത്താവ് എൻ്റെ കർത്താവാണെന്ന് പറയാൻ നമ്മൾ ഇവനെന്തിനാ ലജ്ജിക്കുന്നത്? ഈ കർത്താവാണ് എൻ്റെ കർത്താവ് എന്ന് പറയാൻ, ഇവനാണ് എൻ്റെ രക്ഷകൻ എന്ന് പറയാൻ പിന്നെ നമുക്ക് എന്തിനാ ലജ്ജിക്കേണ്ട കാര്യം എന്താ പ്രിയപ്പെട്ടവരെ? അപ്പോഴെന്താണ്? ഈ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഈ കർത്താവിനെ ഉയർത്താൻ പറ്റത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് എവിടെയും ചെന്ന് കഴിഞ്ഞാൽ ഈ ഭാര്യ ഭർത്താവിനെ പറ്റി മറ്റുള്ളവരോട് പറയുന്നതിന്റെ കാര്യം എന്താ? അവൾ സ്നേഹിക്കുന്നുണ്ട്, അവൻ വലുതാക്കി കാണുന്നുണ്ട്, അല്ലേ? തന്നെത്താൻ താഴ്ത്തുമുണ്ട്. എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ അവരോട് പറയും. അത് ജാടെ പറയുന്നവരെല്ലാം ഞാൻ പറഞ്ഞതല്ല, സ്വാഭാവികമായിട്ട് അങ്ങനെ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണ്? നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ കിട്ടിയ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ചെയ്യാൻ പറ്റുമോ ശശികുറെ? ഇല്ല. അപ്പൊ എന്നാ മരിക്കുന്നയാ? അത് ഇന്നാകാം, നാളെയാകാം, അല്ലേ? ഇനി 10 വർഷം കഴിഞ്ഞിട്ടാകാം, നമുക്കറിയാം. പക്ഷേ നമുക്ക് കിട്ടിയ ദിവസങ്ങളിൽ കർത്താവിനെ ഉയർത്തണം. അതിന് മനുഷ്യരെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യം ഇല്ല. മനുഷ്യരെ നമ്മൾ ആ കാര്യത്തിൽ ബഹുമാനിക്കേണ്ട കാര്യവും ഇല്ല. ഈ കർത്താവിനെ, യേശുക്രിസ്തുവിനെ, എൻ്റെ രക്ഷകനെ ലജ്ജ കൂടാതെ മറ്റുള്ളവരോട് പറയുവാനും, ലജ്ജ കൂടാതെ മറ്റുള്ളവരെ മഹത്വപ്പെടുത്തുവാനും, അവൻ്റെ സ്നേഹത്തിൽ നമ്മൾ തന്നെ താഴ്ത്തപ്പെട്ട് നമ്മൾ തന്നെ ഒന്ന് ചോദിക്കണം, കരുണ എന്നിലൂടെ ഉണ്ടോ? ഞാൻ കരുണയും കൃപയും നിറഞ്ഞവനാണോ? എനിക്ക് മറ്റുള്ളവരോട് മനസ്സലിവുണ്ടോ? ഞാൻ ദോഷം സഹിക്കുന്നവനാണോ? കാരണം ഈ പരിശുദ്ധാത്മാവ് വന്നാൽ മറ്റൊരു സൈഡ് അല്ല, ദോഷം സഹിക്കുന്നവനായിട്ട് തീരും, നിന്ന സഹിക്കുന്നവനായിട്ട് തീരും. അവൻ്റെ അതേ കാഴ്ചയോട് ഞാൻ പോകാറുണ്ടോ? ഞാൻ ഇല്ലായ്മകളിലും വല്ലായ്മകളിലും പിറുപിറുക്കുന്നുണ്ടോ? ഞാൻ എന്താണ് മറ്റുള്ളവരെ കർത്താവിന് എന്നവണ്ണം സ്നേഹിക്കുന്നുണ്ടോ? ഇങ്ങനെ കാര്യങ്ങൾ നമ്മളെ തന്നെ വിധിച്ചാൽ എന്താണെന്നറിയാമോ? നമുക്ക് നമ്മുടെ കുറവുകളെ കാണുവാനും കർത്താവിനോട് ചോദിക്കാനും പറ്റും. ഇപ്പം നമ്മളൊരു ഒരു കാര്യം മേടിക്കാൻ പോകുന്നു, അതിനകത്ത് 100 രൂപയാണ് അതിൻ്റെ വേണ്ടിയത്. നമ്മളെല്ലാം കൂടെ നോക്കിയപ്പോൾ 75 രൂപയുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം ഞാൻ പറയാം, സാറും ടീച്ചറും തന്നെ എല്ലാ ബില്ലും. അപ്പം സാറിൻ്റെ കയ്യിൽ 70 രൂപയുള്ളൂ. അപ്പം സാർ എന്തോ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നത്, നിന്റെ കയ്യിൽ കാണും ഇരിപ്പുണ്ട് 25 കൂടെ ഇല്ല, പറയത്തില്ലേ? എന്നവണ്ണം നമ്മുടെ കുറവുകളെ കണ്ടിട്ട് നമ്മൾ കർത്താവിനോട് ചോദിക്കണം, കർത്താവ് ഈ കാര്യത്തിൽ എനിക്ക് കുറവുണ്ട്, നീ എനിക്ക് ഫുൾഫിൽ ചെയ്യണം. എന്താണ് ഈ മനസ്സ്, അലിവ്, ദയ, കരുണ, ഇതെല്ലാം നമ്മളിലേക്ക് ഇനിയും വരണ്ടേ? പച്ച ഇനി ഇത് നമുക്ക് വേണ്ടേ? നമ്മൾ കുറവുള്ളവരല്ലേ? അപ്പം നമുക്ക് ഇനിയും വേണം ഇതൊക്കെ. കർത്താവിൻ്റെ ആ സ്വഭാവം നമുക്ക് ഇനിയും വേണം. അപ്പം നമുക്ക് കർത്താവിനോട് ചോദിക്കാം. അവനോട് ചോദിച്ചാൽ നന്മ എത്രയധികം തരും.